മലബാർ ഡിജിറ്റൽ ഓണം ഓഫറുകൾ. ഈ ഓണത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മലബാർ ഡിജിറ്റൽ ഇതാ ഒരു സുവർണാവസരവുമായി എത്തുന്നു. 0% പലിശയിൽ തവണ വ്യവസ്ഥയിലും ഗൃഹോപകരണങ്ങൾ നേടാം. ഈ ഓണത്തിന് നിങ്ങളുടെ വീടുകളിലേക്ക് സന്തോഷമെത്തിക്കൂ. ആകർഷകമായ ഓഫറുകൾക്കായി ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള മലബാർ ഡിജിറ്റൽ സന്ദർശിക്കൂ. മലബാർ ഓണം, സ്മാർട്ട് ഓണം. കൊണ്ടാഴി പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ വോട്ടർമാർ കനത്ത തിരിച്ചടി നൽകണമെന്ന് CITU കൺവെൻഷൻ UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാഴി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയും ദുർഭരണവും വോട്ടർമാർക്കിടയിൽ തുറന്നുകാട്ടി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകണമെന്ന് CITU കൊണ്ടാഴി പഞ്ചായത്ത് കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. 400 ചില്ലാനം സംഘർഷങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ രാജ്യത്ത് അരങ്ങേറിയിട്ടുണ്ട്. ആ സമയത്ത് ആ വിവിധ സംസ്ഥാനങ്ങളിൽ പരിശോധിച്ചപ്പോൾ ആ സമയത്ത് കേരളം മാത്രം അത്തരം കാര്യത്തിൽ ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എന്ത് അഭിമാനമാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വീട്ടിലെ കുട്ടികൾ പിന്നെ അവാർഡ് കൊടുക്കാൻ പോകുന്ന കുട്ടികൾ നന്നായി പഠിച്ച് അവർക്ക് വേണ്ടി പിന്നെ തൊഴിലാളികളുടെ കുടുംബത്തിലെ പഠിച്ച കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുക. ഇവിടെ രാജ്യത്ത് നമ്മുടെ ഇതുപോലെ പ്രായത്തിലുള്ള കുട്ടികളെ എന്ത് ധൈര്യത്തിൽ പുറത്തു കഴിയുന്നത്? അവർക്ക് ഇനി പഠിക്കാൻ വിട്ടാൽ തന്നെ പണമുള്ള ആളുകളുടെ മക്കൾ മാത്രം പഠിക്കുന്ന ഒരു സ്ഥിതിയല്ലേ ഇന്ന് രാജ്യത്തിലുള്ളത്. സാധാരണക്കാരുടെ മക്കൾക്ക് ഇന്ന് പഠിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള ചോദ്യം. ഇത് ഞാനായിട്ട് ചോദിക്കാൻ എനിക്ക് സംശയമൊന്നുമില്ല. വളരെ കൃത്യമായി നമ്മുടെ രാജ്യത്തിനകത്ത് ഓരോ റിപ്പോർട്ട് വരുന്നു. രാജ്യത്തിന് കേരളം മാത്രം വ്യത്യസ്തമായി നിൽക്കുന്നുണ്ട്. അതെങ്ങനെ സാധിക്കുന്നു? ആരെയും സ്വാധീനിച്ച് അവർക്ക് പണം കയ്യിൽ കൊടുത്ത് നമുക്ക് വളരെ സൂക്ഷ്മമായ ഒരു ഇടപെടലും ശ്രദ്ധയും അങ്ങനത്തെ ഭാഗമായിട്ടാണ് നമ്മളത് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. നമുക്ക് നമ്മുടെ അസ്ഥിക കൊള്ളാത്തത് കൊണ്ടാണ്. CITU ചേലക്കര ജോയിന്റ് സെക്രട്ടറി CS സുനിൽകുമാർ അധ്യക്ഷനായ കൺവെൻഷനിൽ CITU ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി EN വാസുദേവൻ, ഏരിയ പ്രസിഡന്റ് T ഗോകുലൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പ്രശാന്തി, CITU കോർഡിനേഷൻ കൺവീനർ PS ശ്യാം, CITU കോർഡിനേഷൻ കമ്മിറ്റി അംഗം CA ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൺവെൻഷനോടനുബന്ധിച്ച് CITUവിൽ നിന്നും വിരമിച്ച മുതിർന്ന തൊഴിലാളികളെ പൊന്നാടയണിയിച്ച് ആദരിക്കുകയും സംഘടനയിലെ അംഗങ്ങളുടെ പഠന വിഷയങ്ങളിൽ മികച്ച വിജയം നേടിയ മക്കൾക്ക് മൊമെന്റോകൾ നൽകി അനുമോദിക്കുകയും ചെയ്തു. ഇതായിരുന്നു നമ്മൾ ഈ ജാഥയിൽ ഉടനീളം പറഞ്ഞത്. കാരണം സർക്കാർ ഫണ്ട് കൊടുക്കുന്നു. ആ കൊടുക്കുന്ന ഫണ്ട് കൃത്യമായി പഞ്ചായത്തിന് ചെലവഴിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് ലാപ്സായി പോയത്. ഈ ലാപ്സാവ് മാത്രമല്ല, വികസന പ്രവർത്തനങ്ങളിലൊക്കെ പറ്റിക്കസാണ്. ഇപ്പൊ ഏറ്റവും അടുത്ത ദിവസം കൊട്ടി നോട്ടിച്ചിട്ടാണ് മുട്ടപ്പഴി തരം നടത്തിയത്. നിങ്ങൾ കണ്ടോ മുട്ടപ്പഴി? നമ്മൾ ഒന്നേ നോക്കിയത് ആദ്യം നോക്കിയതാണ് ഈ 5 കൊല്ലത്തിൽ ഒരു കാര്യം. അതിന് പ്രത്യേകം കൊണ്ടുവന്നതാണ് 2,00,000 രൂപ. ഇതാണ് ഒരു പ്രോജക്റ്റ്. എന്താണ് മുട്ടക്കോഴി? 335 കുടുംബങ്ങൾ തീരുമാനിച്ചു. കേരളത്തിൽ മുട്ടക്കോഴി കിട്ടായ, തമിഴ്നാട്ടിൽ മുട്ടക്കോഴി കിട്ടായ, അതുകൊണ്ട് ഞങ്ങൾ 150 വീട്ടുകാരെ കൊടുക്കുന്നുള്ളൂ. ഒരു വാർഡിൽ നിന്ന് 10 പേര്. അങ്ങനെ 150 വീട്ടുകാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു കൊടുത്തു. ഒരു മുട്ടക്കോഴി 120 രൂപയാണ് കാട്ടുന്നത്. അറിയില്ല കേട്ടോ കോഴിക്ക് എന്താ വില നിൽക്കുന്നത്. കാരണം നമ്മൾ കോഴിക്കച്ചവടം നടത്തുന്നത് കോഴിക്ക് എന്താ വില. ഒരു മുട്ടക്കോഴി 100 രൂപയാണ് പഠിക്കുന്നത്. അങ്ങനെ 150 കുടുംബങ്ങൾക്ക് 5 കോഴി വെച്ച് കൊടുത്തു. 150 × 5 750. 750 × 120 90,000 രൂപയാണ്. ഇത് കണക്കാണ്. അപ്പൊ ആകെ ഇപ്പൊ ചെലവായത് പഞ്ചായത്ത് പെൻഷൻ വെച്ചേ 90,000 രൂപയ്ക്ക് കോഴി വിതരണം ചെയ്തു. 1,10,000 ബാലൻസ് ആണ്. അത് എന്ത് ചെയ്തു? ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണം കഴിയുകയാണ്. ഇനി അവരെന്താ ചെയ്യുക? ഈ പൈസ 15 മെമ്പർമാർ പറ്റിച്ചു ഈ കോഴി വിതരണത്തിലാണ്. നമുക്കൊക്കെ കുട്ടക്കോഴി വിതരണത്തിൽ പറ്റിക്കപ്പെടുന്നത് ആലോചിക്കാൻ പറ്റുമോ? CCV ന്യൂസ് കൊണ്ടാഴി.